കോൺസ്റ്റബിൾ മഞ്ജുവിൻ്റെ റിവ്യൂ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗിരി മഞ്ജുവിനെ സംശയിച്ചിരിക്കുകയാണെങ്കിൽ നമ്മുടെ മഞ്ജുവിനെ അതൊട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഗിരിയേട്ടാ, ഞാൻ ശാലിനിയെ വീഴ്ത്തിയിട്ടിട്ടില്ല പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. ഇനി അഥവാ ഞാൻ ഉണ്ടെങ്കിൽ കൂടെ ആ സത്യം ഞാൻ തെളിയിക്കാതെ ഗിരിയേട്ടൻ്റെ മുഖത്ത് ഞാൻ നോക്കില്ല എന്ന് നമ്മുടെ മഞ്ജു ഗിരിയുടെ മുമ്പിൽ വാശി പിടിക്കുകയാണല്ലേ. അപ്പോൾ ഗിരി, നീ വാശി തന്നെയാണോ, നീ കുട്ടിക്കളിക്ക് തയ്യാറായിരിക്കുകയാണോ എന്നെല്ലാം ചോദിക്കുമ്പോൾ ഞാൻ മാധവൻ്റെ മോളാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുള്ളൂ, ഞാൻ ഇനി സത്യം കണ്ടുപിടിക്കാതെ ഗിരിയേട്ടൻ്റെ മുഖത്ത് നോക്കില്ല എന്ന് പറഞ്ഞ് നമ്മുടെ മഞ്ജു വല്ലാതെ വാശി പിടിക്കുന്നുണ്ടല്ലേ. അതേ സത്യത്തിൽ നമ്മുടെ മഞ്ജു ഒന്നും ചെയ്തിട്ടില്ലാണ്. പിന്നെ എന്തിനാണ് ഗിരി ഇങ്ങനെ വെറുതെ വാശി പിടിച്ചുകൊണ്ടിരിക്കുന്നതിലെ? ഗിരിയും വാശി തന്നെയാണല്ലോ പിടിക്കുന്നത്. ഗിരി എന്തിനാ അങ്ങനെ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ശാലിൻ്റെ അടുത്ത് ചെറുതായ ഒരു സ്നേഹമുണ്ട്, ഗോപാൽജീൻ്റെ മോളാണ് എന്ന് പറഞ്ഞ ആ ഒരു സ്നേഹം കാരണമല്ലേ മഞ്ജുവിനെ വെറുതെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. അതെ, അങ്ങനെ പിറ്റേ ദിവസവും നമ്മുടെ മഞ്ജു ഗിരിയുടെ മുഖത്ത് നോക്കുന്നില്ല. എന്നിട്ട് നീ ഇനി എൻ്റെ മുഖത്ത് നോക്കിയിട്ട് വന്ന് വീണു എന്ന് പറയണ്ടേ, ഞാൻ തിരിഞ്ഞു നിന്നോളാം, നീ പോയിക്കോളൂ ജോലിക്ക് എന്ന് പറഞ്ഞ് പോവുകയാണ്. ഇതെല്ലാം കുഞ്ഞാറ്റ അപ്ഡേറ്റ് ആയിട്ട് ഭാനുമതിയെ അറിയിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ ഭാനുമതിക്ക് നല്ല സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ ഞാൻ പോയിട്ട് വരാം അമ്മേ എന്ന് പറയുമ്പോൾ ആ സന്തോഷത്തോടെ പോയിട്ട് വാ പറയുമ്പോൾ ഉള്ളിൽ ഫുൾ നീറ്റിലാണല്ലേ ഭാനുമതിക്ക് ഇഷ്ടമാവുന്നില്ല. എന്നിട്ട് പറയുന്നുണ്ട്, ഏലസിൻ്റെ പണി തുടങ്ങിക്കഴിഞ്ഞു, നമ്മൾ അത്രയും പൈസയാണ് മുടക്കിയിട്ടുണ്ടായിരുന്നത്, കാളീശ്വരിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്, അപ്പോൾ അതിൻ്റെ ഫലം കാണാതിരിക്കില്ലല്ലോ എന്ന് നമ്മുടെ ഭാനുമതി പറയുകയാണ്. ഇത് കേട്ട് വരുന്ന ശാലിനി, എന്ത് ഏലസ്, എന്താണ് സംഭവം എന്ന് പറയുമ്പോൾ ഞാൻ എല്ലാം പറയാം മോളെ എന്ന് പറഞ്ഞ് ആ നടന്ന കഥകൾ ഫുള്ള് ശാലിനിക്ക് പറഞ്ഞു കൊടുക്കണം. ശാലിനി, ഇങ്ങനെയും ഉണ്ടോ ഇക്കാലത്ത് ഇതെല്ലാം വിശ്വസിക്കുന്ന ആളുകൾ, എനിക്കൊന്നും കേൾക്കണ്ട നിങ്ങളുടെ ഒന്ന് സംസാരമേ എന്ന് പറഞ്ഞ് ശാലിനി ഉള്ളിലോട്ട് പോകണം. കുഞ്ഞാറ്റ സ്വപ്നയ്ക്ക് പണി കൊടുക്കുക എന്ന് പറഞ്ഞിട്ടാണ് ശാലിനിയുടെ അടുത്ത് പോകുന്നത്. ആ റൂമിൽ പോകുമ്പോൾ എന്തായാലും കാലിൻ്റെ വിവരമൊക്കെ അന്വേഷിക്കാൻ വേണ്ടി പോവുകയാണല്ലേ. പോയപ്പോൾ പറയും, എന്തായാലും നിങ്ങൾ വന്നതല്ലേ, എൻ്റെ റൂം ഫുൾ ഡസ്റ്റാണ്, എനിക്കാണെങ്കിൽ അത് അലർജിയാണ്, ഒന്ന് ക്ലീൻ ചെയ്യുമോ, ഒന്ന് തുടയ്ക്കുമോ എന്ന് പറയുമ്പോൾ ഞാൻ ഇന്നലെ മോളെ ഇവിടെ തുടച്ച് പറയുമ്പോൾ എന്തായാലും ഒന്നുകൂടെ തുടയ്ക്കുക, എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ല ബുദ്ധിമുട്ടിയിട്ട് എന്ന് പറഞ്ഞ് കുഞ്ഞാറ്റിയുടെ അടുത്ത് ശാലിനി പറയാണ്. വെറുതെ പോയി കിടക്കുന്ന വടി കൊടുത്ത് അടി വാങ്ങുക പറഞ്ഞ അവസ്ഥയിലാണ് ഇപ്പോൾ കുഞ്ഞാറ്റ ഇവിടെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. ശാലിനിക്ക് കൊടുക്കുന്ന 8ൻ്റെ പണി ശാലിനി അല്ല അല്ലേ, നമ്മുടെ ശാലിനി ആർക്കാ കൊടുക്കുന്നത്? അതേ കുഞ്ഞാറ്റയ്ക്കും അതേപോലെ സ്വപ്നയ്ക്കും. കുഞ്ഞാറ്റയ്ക്ക് കൊടുക്കുന്നത് റൂം തുടയ്ക്കാനാണെങ്കിൽ സ്വപ്നയ്ക്ക് കൊടുക്കുന്നത് തുണി അലക്കാനാണ്. അതേപോലെ റൂമിക്ക്